പ്രിയപ്പെട്ടവരെ, സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഏക തദ്ദേശ വാർഡാണ് താമരശ്ശേരി പഞ്ചായത്തിലെ കരിങ്ങമണ്ണ വാർഡ്. ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെ പോയി എന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ വന്നത്? അവിടുത്തെ സ്ഥാനാർത്ഥി പോയിട്ടുണ്ട്. ആരാ സ്ഥാനാർത്ഥി? അവിടുത്തെ UDF സ്ഥാനാർത്ഥി. പേരെന്താ? കുടിക്കിൽ ബാബു. എവിടെയാ? ഒളിവില. ഫ്രഷ് കട്ട് സമരനായകനായ കുടിക്കിൽ ബാബു വിദേശത്ത് നിന്നെത്തി രഹസ്യമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ദീപക് മലയ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണ ചൂടിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥി വാർഡിലില്ലാത്ത ഒരേ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി പഞ്ചായത്തിലെ കരിങ്ങമണ്ണ വാർഡായിരിക്കും, 11ാം വാർഡ്. നമുക്ക് ഫ്ലക്സ് കാണാം. അവിടെ സമരനായകന്റെ, അതായത് ഇവരുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം ആ ഫ്ലക്സിലുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിക്ക് നിലവിൽ വാർഡിൽ ഇറങ്ങി പ്രചരണം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ഒരു സമരത്തിന്റെ ഭാഗമാവുകയും നിരവധി കേസുകളിലൊക്കെ അകപ്പെടുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് ഒളിവിൽ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ് ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട ഉണ്ടായ സംഭവ വികാസങ്ങളും. ഞങ്ങൾ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വേണ്ടി ഒളിവിലാണ്. അപ്പോൾ അവരെ ജയിപ്പിക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളെ വാർഡിനല്ല, ഞങ്ങളെ നാടിന് വേണ്ടിയാണ് അവർ ഒളിവിൽ പോയത്. അപ്പോൾ ഞങ്ങൾ എന്ത് വില കൊടുത്തും അവരെ ഞങ്ങൾ മെമ്പറാക്കി തന്നെ കൊണ്ടുവരും. ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ? എന്തിനാണ് പുറത്തു പോയത്? ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയത്. ജയിപ്പിക്കും. ഞങ്ങൾ കാര്യമായിട്ട് തന്നെ ഈ നാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ബാബുക്കാനെ സംബന്ധിച്ച് ബാബുക്കായി നമ്മുടെ താമരശ്ശേരി ആയാലും കട്ടിപ്പാറായാലും ഈ 4 പഞ്ചായത്തിൽ എവിടെ നിന്നാലും വിജയിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നാട്ടിലെ സിറ്റുവേഷൻ. അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ബാബുക്കായാണ്. ആ ബാബുക്കായി ഞങ്ങൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ശരി, നിങ്ങൾ അതിനൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ഇലക്ഷന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും. വെല്ലുവിളി മാത്രം ഉണ്ടാവില്ല, പക്ഷേ ഞങ്ങൾക്ക് നേരിടാൻ കഴിയും. ഞങ്ങൾ ജയിപ്പിക്കും ഞങ്ങളെ ബാബുക്കായി. ഈ പറഞ്ഞത് ഒന്നും അല്ല ശരി എന്നുള്ളതാണ്. നിയമപരമായിട്ട് നിയമത്തിൻ്റെ വഴിക്ക് നടക്കും. ഞങ്ങൾ നോമിനേഷൻ കൊടുത്തു, അതിന് ലീഗലായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസാണല്ലോ. അത് അതിൻ്റെ വഴിക്ക് നടക്കും. ഞങ്ങളെ വഴിക്ക് നടക്കും. ബാബുക്കിൽ ഇവിടെ വിജയിച്ച് വരും. ബാബു ഞങ്ങളെ കൂട്ടത്തിലില്ലാത്തടത്ത കാലം ഞങ്ങൾ എല്ലാവരും ബാബുവായിട്ട് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, അത് പ്രതിജ്ഞ ചെല്ലിക്കുന്നവരെ ഞങ്ങൾ ബാബുവായിട്ട് തന്നെ ബാബുവിൻ്റെ കൂട്ടത്തിലുണ്ടാവും. 10ാം വാർഡിലുള്ള ബാബുവിനെ ഞങ്ങൾ 11 കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണെങ്കിൽ ഓന് ഇവിടെ ആൾ തന്നെയാണുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു തീവ്രവാദിയായിട്ട് ഞങ്ങൾ കൊണ്ടുവരില്ലല്ലോ. തീവ്രവാദി നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇവിടെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ് എന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ പാവത്തുങ്ങൾക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ബാബുവിനെ കൊണ്ടുവന്നത്. 100% ഞങ്ങൾ ഇവിടെ ജയിപ്പിച്ചു. നമ്മൾ ജയിക്കും, നമുക്ക് ഉറപ്പുണ്ട്, പരിപൂർണ്ണ ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഈ ഒന്നടങ്കം ഇറങ്ങിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് അവർ കടക്കുകയാണ്. അവരൊക്കെ തന്നെ ആ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. സ്ഥാനാർത്ഥി വാർഡിലില്ലെങ്കിൽ പോലും വിജയം സുനിശ്ചിതം എന്നുള്ള നിലപാട് കരിങ്ങമണ്ണയിൽ നിന്ന് കാണാനും സാധിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജയ് ശമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ. അപ്പോൾ കരിങ്ങമണ്ണയിൽ കുടിക്കിൽ ബാബുവാണ്. കുടിക്കിൽ ബാബുവിന് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെയും ഒരു കൗതുകം.